ഇന്ന് ഞാനുണ്ടല്ലോ സദ്യ അവിയലാണ് വെക്കുന്നത്. അപ്പം നോക്കിയേ കണ്ടോ. അപ്പം നല്ല ടേസ്റ്റും നല്ല മണമൊക്കെയുള്ള നല്ലൊരു സദ്യ അവിയലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കത് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതിലേക്ക് അത്യാവശ്യം വേണ്ട കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് അപ്പോൾ നോക്കിയേ ഇതേപോലെ ഇരിക്കണം കേട്ടോ നമ്മൾ അവിയൽ റെഡിയാക്കി എടുക്കുമ്പോൾ. ഞാൻ സ്മിത. അപ്പോൾ നമ്മുടെ പാചകത്തിലേക്ക് പോയാലോ വയോട്ടാ. ഇന്ന് ഞാനുണ്ടല്ലോ അവിയലാണ് വെക്കുന്നത്. അപ്പോൾ അവിയൽ വെക്കാൻ വേണ്ടി എടുത്തിട്ടുള്ള കഷ്ണങ്ങൾ നോക്കിയാൽ കുമ്പളങ്ങ, കായ, പയർ, മുരിങ്ങക്കായ, ക്യാരറ്റ്, പിന്നെ ഇതാ ചേന. അതിൽ നമ്മൾ മുരിങ്ങക്കായും ക്യാരറ്റും മറ്റുള്ള കഷ്ണങ്ങളെക്കാളും വിട്ട് കുറച്ച് കുറവിലാട്ടോ എടുത്തിട്ടുള്ളത്. ബാക്കിയുള്ള എല്ലാ കഷ്ണവും ഓരോ അളവിലെല്ലാം നമ്മൾ നുറുക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ അവിയലിൻ്റെ കഷ്ണങ്ങൾ നുറുക്കുമ്പോൾ എല്ലാം നല്ല നീളത്തിൽ ഓരോ അളവിൽ നുറുക്കി കഴിഞ്ഞാൽ കാണാനൊരു ഭംഗിയൊക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ ഒരു കാര്യം കേട്ടോ, ചേന ചിലപ്പോൾ വേവാൻ ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ആദ്യം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മുടെ ചേനേനെ ഒന്ന് വഴറ്റിയെടുത്തോളാം. എന്നിട്ട് എല്ലാ കഷ്ണങ്ങളും കൂടി ഒരുമിച്ച് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ എനിക്കിപ്പോൾ ഈ ചേന നന്നായി വേവണ ചേനയാണ്, നമ്മുടെ വീട്ടിലത്തെ ചേനയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വെളിച്ചെണ്ണയിലിട്ട് വഴറ്റി അങ്ങനെ ഒന്നും ചെയ്യണില്ല. അപ്പോൾ നമുക്ക് വേവിക്കാം. അപ്പോൾ ഇതാ നമുക്കിതാ കഷ്ണങ്ങളൊക്കെ ഇതാ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചേന ഇട്ടു, പിന്നെ ഇതാ പയറ്, മുരിങ്ങക്കായ, അങ്ങനെ എടുത്തു കൊണ്ടുവന്ന എല്ലാ കഷ്ണവും കൂടി നമ്മളിതാ ഒരുമിച്ച് തന്നെ അതിലേക്ക് ഇടണം കേട്ടോ. ഇനി നമുക്കതിലേക്ക് വേണ്ടത് എരിവിനനുസരിച്ച് പച്ചമുളകാണ്. ഇതാ 2 പച്ചമുളക് നമ്മളിതാ ഇതേപോലെ ചീന്തിയിട്ട് ഇതാ ഇട്ട് കൊടുക്കണേ. പിന്നെ നമുക്കതിലേക്ക് മുളക് പൊടിക്ക് അധികം വലിയ പ്രാധാന്യമില്ല, എന്നാലും നമ്മൾ നോക്കിയതാ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളതിലേക്ക് ഇതാ മഞ്ഞൾപ്പൊടി 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കേട്ടോ. ഇനി അതേപോലെ ഇതിലേക്ക് ഏറ്റവും പ്രാധാന്യമുള്ള ഒന്നാണ് കേട്ടോ നമ്മുടെ കറിവേപ്പില ഇത്തിരി കൂടുതലൊക്കെ ഇട്ട് കൊടുക്കാം. നല്ല ഒരു മണക്കും കിട്ടും കേട്ടോ. കറിവേപ്പിലേക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് അവിയൽ വയ്ക്കുമ്പോഴേ. അപ്പോൾ ഇതാ കുറച്ച് കൂടുതൽ തന്നെ ഞാനൊരു 5 കതിര് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാനുള്ളതാണ് ഉപ്പ് കേട്ടോ. അപ്പോൾ ഇതാ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് എപ്പോഴും കുറവിട്ടാൽ മതി കേട്ടോ. നമുക്ക് വേണമെങ്കിൽ അപ്പം ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനൊരു ഉദ്ദേശം വെച്ചിട്ട് ഞാനൊരു അളവിനനുസരിച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കതിലേക്ക് വേണ്ടത് വെളിച്ചെണ്ണയാണ്. അപ്പോൾ ഒരു 3 ടീസ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഇതാ കഷ്ണങ്ങളൊക്കെ വേവാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാൻ ഇത്രയും വെള്ളം എടുത്തുള്ളൂ. ഇതിൻ്റെ പകുതി വെള്ളം ഒഴിച്ച് കൊടുക്കണുള്ളൂ കേട്ടോ. കാരണം നമ്മുടെ കഷ്ണങ്ങളൊക്കെ കഴുകി വാരി എടുക്കുമ്പോൾ തന്നെ അതിൽ ചെറുതായിട്ട് വെള്ളമൊക്കെ ഒന്ന് ഉണ്ടാവേ. തിളച്ച് വരുമ്പോൾ ആ വെള്ളം വരും. ഇനി നമുക്കിതാ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കണ്ടോ, ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ നോക്കി വെള്ളം ഇത് എത്ര ഉള്ളൂ കേട്ടോ. കണ്ടോ, ഇത്രയും വെള്ളമുള്ളൂ. ഈ വെള്ളം മതി നമുക്ക് ഈ കഷ്ണങ്ങൾ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. വേപ്പിലയും ഉപ്പും നമ്മുടെ വെളിച്ചെണ്ണയും എല്ലാം അതും കഷ്ണത്തിലേക്ക് എല്ലാം ആവണ പോലെ. അപ്പോൾ കുറേ പേര് ഈ സമയത്ത് വെളിച്ചെണ്ണ ഒഴിക്കില്ല. ലാസ്റ്റ് നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്തതിന് ശേഷമാണ് ഒഴിക്കുക. പക്ഷേ ഇങ്ങനെ ഒരു സമയത്ത് ഒരു തുണ്ട് വെളിച്ചെണ്ണ ഇതേപോലെ ഒഴിച്ചിട്ട് വേവിക്കുകയാണെങ്കിലേ ഒന്നും കൂടി നമ്മുടെ ഈ അവിയൽ കൂട്ടാനൊക്കെ നല്ലൊരു ടേസ്റ്റും മണമൊക്കെയും കിട്ടും കേട്ടോ. ഇനി നമുക്കിതാ മൂടി വയ്ക്കാം. ഇനി നമുക്കിതാ തീ കത്തിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നല്ല ഫുൾ തീയിൽ തന്നെ വെച്ചോ, എന്നിട്ട് നന്നായിട്ട് ആവി വരുമല്ലോ. ആ സമയത്ത് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് തീ കുറവിൽ വെക്കണം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് നാളികേരം. അപ്പം ഞാനിതാ ഒരു നാളികേരം ഫുള്ള് ചെരുകെടുത്തിട്ടുണ്ട്. അതിലേക്ക് ചുവന്നുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇട്ട് കൊടുക്കുന്നത് 1 ടീസ്പൂണ് ജീരകം. ഇതെല്ലാം കൂടി നമുക്കുണ്ടല്ലോ. പിന്നെ വേണമെങ്കിൽ നമുക്ക് പച്ചമുളക് ഇതിൻ്റെ കൂടെ ഒരെണ്ണം ഇട്ടിട്ട് വേണമെങ്കിൽ ചതക്കാം കേട്ടോ. അപ്പോൾ ചിലപ്പോൾ എരിവ് കൂടും. അപ്പോൾ അതനുസരിച്ച് പച്ചമുളക് ഇതിൽ എണ്ണം കുറയ്ക്കണം കേട്ടോ. അപ്പോൾ ഇത് നമുക്കൊന്ന് ചതച്ചെടുക്കാം. ചതയാനേ പാടുള്ളൂ, അല്ലാതെ കൂടുതൽ അരിയൊന്നും പാടില്ല. അപ്പോൾ ഇത് ഞാൻ ചതച്ചുകൊണ്ടിരാം കേട്ടോ. അപ്പോൾ നോക്കിയേ ഇതേപോലെയാണ് കേട്ടോ നമ്മൾ നാളികേരം അടിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് ചതഞ്ഞിട്ടുള്ളൂ. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിയലിലേക്ക് തൈര് വേണം. അപ്പോൾ 3 ടീസ്പൂൺ തൈരാണ് നമ്മളിപ്പോൾ ഈ അവിയലിലേക്ക് ഉപയോഗിക്കുന്നത്. നല്ല പുളിയും വേണ്ട, എന്നാൽ അത്യാവശ്യം പുളി ഉണ്ടാവും വേണം കേട്ടോ. ആ ഒരളവിലുള്ള തൈരായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഈ നാളികേരം അടിക്കാൻ പോകുമല്ലോ, അതിൻ്റെ കൂടെ തന്നെ ആ തൈരും കൂടി ഒഴിച്ചിട്ട് ഇതേപോലെ ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ. ഇപ്പം ഞാനങ്ങനെ ചെയ്തിട്ടില്ല. ലാസ്റ്റ് തൈര് മാത്രമായിട്ട് ഒഴിക്കാമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഒരു കാര്യം കൂടിയും, പിന്നെ നമ്മൾ അവിയൽ വയ്ക്കുമ്പോഴേ നമുക്ക് കഷ്ണങ്ങൾ എന്ത് കഷ്ണം വേണമെങ്കിലും ഇടാം കേട്ടോ. ഇപ്പോൾ കുമ്പളങ്ങയ്ക്ക് പകരം വെള്ളരി ഇടാം, പിന്നെ അതേപോലെ കോവയ്ക്കിടാം, പടവലങ്ങ ഇടാം, വഴുതിനങ്ങ ഇടാം, അങ്ങനെ എന്ത് കഷ്ണങ്ങൾ ഉപയോഗിക്കാം. നമ്മൾ പക്ഷേ ഇവിടെ നമ്മൾ ഇത്രയും കഷ്ണങ്ങൾ ഇട്ടാണ് അവിയൽ വെക്കുക. പിന്നെ പല സ്ഥലങ്ങളും പല രീതിയിൽ പല കഷ്ണങ്ങൾ ഇട്ടിട്ട് വയ്ക്കും. അപ്പോൾ അതേപോലെയൊക്കെ വെക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ അവിയൽ നോക്കിയേ
ആവി വന്നിട്ടുണ്ട് നന്നായിട്ട് കണ്ടോ. സമയത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം ഈ ആവി വരുമ്പോഴും കണ്ടോ നമുക്ക് വെള്ളം ഉണ്ട് കണ്ടോ, നമ്മുടെ കഷ്ണത്തിലത്തെ വെള്ളമൊക്കെ ഇങ്ങനെ ഇറങ്ങും. കുമ്പളങ്ങയിലൊക്കെ വെള്ളം ഉണ്ടാവില്ലേ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആവിയിൽ വെക്കുമ്പോൾ വെള്ളം അധികം ഒഴിക്കേണ്ടെന്ന് പറയുന്നത്. ഇനി നമുക്ക് അതേപോലെ തന്നെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നല്ല എന്താ പറയുക, തീയിൽ തീരെ വെക്കരുത്. ഏറ്റവും കുറവ് തീയിൽ വെച്ചിട്ടാണ് നമ്മൾ ഇനിയിപ്പോൾ കഷ്ണം വേവിച്ചെടുക്കണം. അതായത് ആവിയിൽ വേവിക്കണ പോലെ ആട്ടാ. അപ്പോൾ ഞാൻ തീ നന്നായിട്ട് കുറച്ച് വെച്ചു കൂട്ടാ. ഇനി നമുക്കിതാ മൂടി തുറന്ന് നോക്കാം. അപ്പം ഞാൻ പറഞ്ഞു ആവിയിലാണ് വേവിക്കണേ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ പല പ്രാവശ്യം ഇങ്ങനെ ഇളക്കിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് ഉണ്ടല്ലോ നമ്മൾ ചതച്ച് കൊണ്ടുവന്ന നാളികേരം ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഞാനിതാ അപ്പോൾ നമ്മുടെ 3 ടീസ്പൂണ് തൈരാണ് നമ്മളിതാ ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. ഇനിതാ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നോക്കിയാൽ കണ്ടോ കഷ്ണങ്ങളൊന്നും അങ്ങനെ ഉടയില്ല, നല്ല ഉലർന്നിരിക്കണം കേട്ടോ അവിൽ. പിന്നെ നന്നായിട്ട് കുഴഞ്ഞൊക്കെ ഇരിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടുതലൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ തൈരൊക്കെ ഇത്തിരി കൂടുതലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് കുഴഞ്ഞിരിക്കാം. പക്ഷെ അവിൽ എന്ന് പറയുമ്പോൾ നമ്മൾ പറയുമല്ലോ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ വിടണം. ഇതാണ് കേട്ടോ അവിൽ. അപ്പോൾ നമ്മുടെ അവിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ലാസ്റ്റായിട്ട് നമുക്കൊരു കാര്യം കൂടി ഇതിൽ ചെയ്യാനുണ്ട്. അതായത് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാനൊരു 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നുള്ളൂ. പക്ഷെ നമ്മൾ പറയും ഇത്തിരി വെളിച്ചെണ്ണയൊക്കെ ഇത്തിരി കൂടുതൽ വരുമ്പോഴാണ് നമ്മുടെ കറിക്കൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റൊക്കെ ഉണ്ടാവുക കേട്ടോ. അപ്പോൾ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതേപോലെ ഇരിക്കണം കേട്ടോ അവിയൽ. നല്ല രസമാണ്, നല്ല മണം ഒക്കെയാണ് ഈ ഒരു സമയത്ത് വരുന്നത് കേട്ടോ. നമ്മൾ പറയും സദ്യക്കൊക്കെ ചെല്ലുമ്പോൾ നല്ല രസമുണ്ടല്ലോ അവിയൽ കറി എന്നൊക്കെ പറയില്ലേ. അപ്പോൾ അതായത് അത്യാവശ്യം വെളിച്ചെണ്ണയും ഒക്കെ കൂടി ചെല്ലുമ്പോഴാണ് നമ്മുടെ കറിക്ക് അതിൻ്റെ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക കേട്ടോ. അപ്പോൾ നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട്. ഞാൻ ടേസ്റ്റ് ഷൈറിനെ വിളിക്കട്ടെ. അപ്പോൾ ഒന്ന് ആവി പുറത്തേക്ക് പോണ പോലെ ഒന്ന് മൂടി വെച്ചിട്ട്, കാരണം ഫുള്ളായിട്ട് മൂടി വയ്ക്കില്ലേ, ആവി പുറത്തേക്ക് പോകണേ, ആവി വെള്ളം എനിക്ക് വിടരുത്. ഷൈറിനെ വിളിച്ചിട്ട് വരാം. ഇത് ചോറ് എടുത്തിട്ടില്ല കേട്ടാ, കാരണം അവിയൽ ഷായേട്ടൻ ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ചോറിനൊരു പ്രാധാന്യം ഇല്ല ഷായേട്ടൻ്റെ കയ്യിൽ. അന്ന് അവിയൽ കൂട്ടാൻ മാത്രം കഴിക്കലാണ് കേട്ടോ ഷായേട്ടൻ്റെ പണി. ഒരു അടിപൊളി അവില്, ഈ ഓണത്തിന് വെക്കാൻ പറ്റിയ ഒരു അവിലാട്ടത്. ഞങ്ങളൊക്കെ സദ്യകൾക്ക് പോയിട്ടുണ്ടെങ്കിൽ വിളമ്പി വരും അവിൽ ഈ കൂട്ടാനകൾ വിളമ്പി വരുമ്പോൾ ആദ്യം അവിലൊക്കെ ഉണ്ടെങ്കിൽ അപ്പനെ വാരി അടിക്കും. അവർ പോകുമ്പോഴേക്കും അത് കാര്യമുണ്ടാവും. അങ്ങനെ ചൂടുണ്ട് ചെറിയതായിട്ട്, നല്ല ചൂടുണ്ട്, നല്ല രസം തന്നെയാട്ടത്. ചൂട് കാരണ അടിപൊളിയാ. ചൂടുള്ള തന്നെ എനിക്ക് ചൂട് പിന്നെയും പിടിക്കാൻ പറ്റും, പിടിച്ചേക്കാം. അടിപൊളിയല്ലേ അത്? അപ്പം എല്ലാവരും ഈ ഓണത്തിന് ഈ അവില് കൂട്ടാട്ടാ, അത്ര രസമായിട്ടുള്ളതാ, വെച്ച് നോക്ക് കേട്ടാ. അപ്പോൾ നിർത്തല്ലേ? അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ടാണ്.